ഹലോ, ദിവ്യശ്രീ ടൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മീനൂട്ടിയാണ്. ഇന്നിപ്പോൾ ഞാൻ ഒരുങ്ങാണ് തന്നയ്ക്ക്, അതാണ് വീഡിയോ. ഓക്കെ, ഉറക്കെ പറയണേ കേട്ടോ. പുതിയൊരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണല്ലേ മീനൂട്ടി വന്നിട്ടുള്ളേ. ഓക്കെ, സൂപ്പർ. മീനൂട്ടി ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് വീഡിയോ. ഓ സൂപ്പർ. നമുക്ക് എളുപ്പത്തിൽ ഒരുങ്ങാൻ പറ്റുന്ന ഒരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പം എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് മീനൂട്ടി ഉപയോഗിക്കുന്നത്, അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ എല്ലാവർക്കും. അപ്പം പറയാണോ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമന്റും ചെയ്യണമെന്ന് പറ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമന്റും ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ എടുത്തേക്കണ ഒരു കുഞ്ഞൊരു പൗഡറാണ്. പൗഡറാണോ? ഉറക്കെ പറയാനോ കേട്ടോ. പൗഡർ ഇട്ടാ. ഇത് ഏത് പൗഡറാ? ഇതൊരു ഈവാന്റെ ഒരു പൗഡർ ആട്ടോ. അപ്പൊ അതിന്റെ തന്നെ കുറച്ചെടുക്കാട്ടോ. എന്നിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. മീനൂട്ടിക്ക് ഏറ്റവും ഇഷ്ടം ഏത് പൗഡറാ? എനിക്ക് തന്നെ. ഈ പൗഡറാണോ? അല്ല, മറ്റൊരു റോസിന്റെ പോൺസിന്റെ പൗഡറോ? അതാണ് ഇഷ്ടം. ഓഹോ. അപ്പൊ നമ്മള് എന്ത് ചെയ്യണ്ടെങ്കിൽ കഴുത്തിൽ കൂടി ചെയ്യാം. ഓ വെരി ഗുഡ്. നമ്മൾ എന്ത് മേക്കപ്പ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും കഴുത്തിലും യൂസ് ചെയ്യണം അല്ലേ? സൂപ്പർ സൂപ്പർ. ഇനി ഞാൻ ഐബ്രോ കേട്ടോ എടുക്കണത്. എനിക്ക് പിരികെ അത്ര ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഐബ്രോ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ പറഞ്ഞില്ല, കമന്റ് ഇടുന്നത്. വെരി ഗുഡ്. ഇഷ്ടമായെങ്കിൽ കമന്റ് ഇടണം. മീനൂട്ടി വളരെ കഷ്ടപ്പെട്ട് ഫോണിന്റെ ക്യാമറയിൽ നോക്കിയിട്ടാണല്ലോ ഒരുങ്ങണേ. കണ്ണാടി പോലും മീനൂട്ടി നോക്കുന്നില്ല. മീനൂട്ടി ഒരു സ്മാർട്ടാണല്ലേ. ഞാൻ അത് എഴുതി കഴിഞ്ഞു. ഇനി നമ്മുടെ കൺമഷി ഉണ്ട് കേട്ടോ. അപ്പൊ കൺമഷി വെച്ചെഴുതും. നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരുങ്ങാൻ പറ്റുമല്ലേ ഇങ്ങനെ. ഇതിന്റെ പേരൊക്കെ മൈഞ്ഞ, അപ്പൊ കാണാൻ പറ്റില്ല. ഐടെക്സിന്റെ അല്ലേ? ഐടെക്സിന്റെ ആണത്. സാധാരണ കൺമഷി അല്ലേ? സാധാരണ എല്ലാരു പുതിയ തന്നെ. കുട്ടികൾക്കൊക്കെ ഇതാ നല്ലത് അല്ലേ? ഓ, ഇത് വെച്ചാണോ കണ്ണെഴുതുന്നേ? എനിക്ക് ഇത് വെച്ച് എഴുതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. ഇത് വെച്ച് എഴുതുമ്പോ ഒരു നല്ല ഭംഗി ഉണ്ടാവും. മീനൂട്ടിക്ക് ആര് മേക്കപ്പ് ചെയ്യുന്ന ഏറ്റവും ഇഷ്ടം? എനിക്കോ? ദിവ്യമ്മ. മീനൂട്ടിയുടെ ഫ്രണ്ട്സില് അങ്ങനെ ഫ്രണ്ട്സുകളൊന്നും ഒരുക്കി തരില്ല. അങ്ങനെ ഫ്രണ്ട്സുകളൊക്കെ ഒരുക്കി തരിക. കുട്ടികൾക്ക് ചിലവർക്കൊന്നും അറിയില്ല ഇങ്ങനെ ഒരുക്കി തരാൻ. അറിയില്ല അല്ലേ? സൂപ്പർ. എന്ത് ഭംഗിയാ. ഇനി നമ്മൾക്ക് ഒരു ഇതാണ് മറ്റേ ഈ പീലിക്കിടുന്ന മസ്കാര. ഇത് ഏത് ബ്രാൻഡാ മീനു മസ്കാര, അറിയോ? ഇതാണ്. ഇത് എനിക്ക് ചെയ്യാൻ വന്നതാണ്. ഇത് എക്സ്ട്രീം എന്ന് പറഞ്ഞൊരു മസ്കാരയാണ് കേട്ടോ. മസ്കാര ഇടുമ്പോ നമ്മള് ഐലൈനർ കൊണ്ട് എഴുതിയതാണ് വിചാരിക്കൂട്ടോ. മുകളിൽ എഴുതണ്ട അല്ലേ? മസ്കാര ഇട്ടാ മതി അല്ലേ? എനിക്ക് മസ്കാര അത്ര കുറച്ച് ഇടുള്ളൂ, എന്നുവെച്ചാ വേഗം കഴിയൂല, അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ മസ്കാര ഇട്ട് കഴിഞ്ഞു. നമ്മുടെ വേറെ ഒന്നുമല്ല, അത് കഴിഞ്ഞിട്ട് പിരികത്തിന്റെ ഇവിടെ ആയാതിരിക്കൊരു കുറച്ച് പൗഡറും കൂടി ഇടാട്ടോ. ഇത്ര പൗഡർ തന്നെ കേട്ടോ ഞാൻ ഇടുന്നത്, അല്ലെങ്കിലേ മാഞ്ഞു പോകട്ടോ, അതുകൊണ്ടാണ്. സ്പ്രെഡ് ആവാണ്ടിരിക്കാനല്ലേ?
ഓ ഇനിയിപ്പോ മീനൂട്ടിയുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ ഇതുപോലെ ഒരുങ്ങുമല്ലോ ഈശ്വര അല്ലേ? അങ്ങനെ ഞാൻ ത്രെഡ് ചെയ്തു. ഒന്നും കൂടി കഴുത്തിലിട്ടേക്കാം, അല്ലെങ്കിൽ പിന്നെ നേരം പോലെ ഇടാൻ പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ പിരികത്തിൻ്റെ അവിടെ ഇങ്ങനെ പൗഡറൊക്കെ ഇങ്ങനെ പതുക്കെ മായിക്കട്ടോ. മീനൂട്ടിയുടെ പഴയ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് പറഞ്ഞു അത് ഏതാ കുട്ടി, നല്ല സുന്ദരി കുട്ടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ സ്വന്തം നമ്മൾ ഹിന്ദുക്കൾ തൊടുന്ന ഒരു പൊട്ടാണ്. ഹിന്ദുക്കൾ തൊടുന്ന പൊട്ടോ? അപ്പൊ ഇതില് എനിക്ക് ഇഷ്ടപ്പെട്ടത് കുഞ്ഞു വട്ടുള്ളതാ. അപ്പൊ ഞാനിന്ന് പൊട്ട് ആർക്കും വേണം തൊടാം അല്ലേ? ഇഷ്ടമുള്ളവർക്കൊക്കെ പൊട്ട് തൊടാം അല്ലേ? അപ്പൊ ഞാൻ തൊടുന്നത് അതല്ല കേട്ടോ, വേറെയാണ്. ഓ ഗോപിപ്പൊട്ടാണോ മീനൂട്ടി തൊടുന്നേ? ഗോപിപ്പൊട്ടാണ് ഞാനിപ്പോ തൊട്ടത് കേട്ടോ. ഇനി നമ്മുടെ എന്താ കുറച്ച് മേക്കപ്പ് സെറ്റ് കാണിച്ചു കൊടുത്തേ. മേക്കപ്പ് സെറ്റ് കണ്ടോ? ഇതിന്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഇത് ഏത് കമ്പനിയാ മീനു? ഇതൊരു ADS. ഇതും ADS തന്നെ, എല്ലാ ADS ആണ് കേട്ടോ. പിന്നെ ഇതില് 4 പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്കും കുറെ ഉണ്ട് കേട്ടോ. ഇതാരാ വാങ്ങി തന്നേ? ഇതെന്റെ ചെറിയച്ഛനെ എനിക്ക് വാങ്ങി തന്നതാട്ടോ. ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇഷ്ടപ്പെട്ട്. കണ്ടോ ലിപ്സ്റ്റിക്ക് പല തരം ഉണ്ട് കേട്ടോ. പിന്നെ മുഖത്തിടുന്ന റോസ് പൗഡറും ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ അപ്പൊ ഞാൻ ഇടാൻ പോണത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം മേക്കപ്പ്. കണ്ടില്ലേ? ഐ ഷാഡോ അല്ലേ? അപ്പൊ ഞാൻ ഏത് കളർ ഇടുന്നാണ് ആലോചിക്കുന്നത്. ഞാൻ റോസ് തന്നെ ഇടും. അപ്പൊ ഇപ്പൊക്കെ റോസ് അല്ലേ ഇടുക ആൾക്കാരൊക്കെ, അതുകൊണ്ട് ഞാൻ റോസ് ഇടുക കേട്ടോ. റോസ് ഇടുന്നുണ്ട്. അതും ഞാൻ ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ട് കേട്ടോ. നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ട് കണ്ടോ ഇത്തിരി ലൈറ്റല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇപ്പത്തെ കണ്ണിടും. എന്താ വിചാരിച്ചത്? അമ്മ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് ഓരോന്ന് പറയുന്നുണ്ടല്ലേ? ഈ അമ്മ കാരണം നമുക്ക് എന്തെങ്കിലും കൊള്ളാവോ പേടിയുണ്ട് കേട്ടോ. ഇനി അമ്മയെ നമുക്ക് ഒരു ദിവസം മേക്കപ്പ് ചെയ്യണ്ടേ? അമ്മയ്ക്ക് ഒരു മേക്ക് ഓവർ കൊടുക്കണം അല്ലേ? നമുക്ക് ഇനി ലിപ്സ്റ്റിക് ഇടാട്ടോ. ലിപ്സ്റ്റിക് ആണ്, ലിപ്സ്റ്റിക്. മീനട്ടിക്ക് പല്ലില്ലാത്തോണ്ട് വരുന്നില്ല അല്ലേ? അത് ലിപ്സ്റ്റിക് ആണോ? അത് തീർന്നല്ലോ ഇട്ടിട്ടിട്ടിട്ട്. നമ്മളിങ്ങനെ പോവില്ല. അപ്പൊ ആദ്യം ഇങ്ങനെ വരയ്ക്കട്ടോ, തെറ്റാതെ. എന്നിട്ട് നല്ല ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ആദ്യം ലൈൻ കൊടുക്കുക അല്ലേ? പക്ഷെ എനിക്ക് തന്നെ കാണുന്നില്ല കേട്ടോ, എന്താ കണ്ണാടി ഇല്ലാത്തതുകൊണ്ട്. എങ്ങനെയാ ഞാൻ ഒരുങ്ങാണ്. കറക്റ്റാ. ഞാനിപ്പോ എങ്ങോട്ടും പോണില്ല കേട്ടോ, വീട്ടിൽ തന്നെയാ. അതുകൊണ്ടാ കുറച്ച് ഒരുങ്ങണത്. എവിടെയെങ്കിലും പോകുമ്പോഴാണ് നല്ല ഭംഗിയിൽ ഒരുങ്ങ. ഇത് കണ്ടോ, ഇത്ര ഞാൻ ഇട്ടുള്ളൂ കേട്ടാ. അത് മതി. പിന്നെ നമ്മുടെ ഐ ഷാഡോ റോസ് പൗഡർ, സോറി റോസ് പൗഡറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാട്ടോ. ആ കളറാണോ? ഞാൻ കൈ കൊണ്ട് ഫില്ല് ചെയ്യാം. ബ്ലഷ് അല്ലേ ഇത്? ബ്ലഷ് ഇതാണ്. ബ്രഷ് അല്ല, ബ്ലഷ്. അത് റോസ് പൗഡർ എങ്കിൽ റോസ് പൗഡർ. വാവ്, അവിടെ ഇപ്പൊ റെഡ് കളർ ആയല്ലേ? റെഡാന്ന് കണ്ടാ മനസ്സിലാവോ? ഇല്ല, ഒരു പിങ്ക് കളർ അല്ലേ ഷെയ്ഡ്. പിങ്കും റെഡും കൂടി മിക്സ് ചെയ്ത് തോന്നുമ്പോ ഒരു ഓറഞ്ച് കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഈ കളറാണ് ഞാൻ പറഞ്ഞ. അത് കണ്ടല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ
നീ എന്താ ഇനി നമ്മള് ഇപ്പൊ അത് പിന്നെ അടയ്ക്കാം. നീ ഇതാ ഇനി നമുക്ക് എന്താ കുറച്ചും കൂടി ആണെങ്കിൽ ഇതിടാം, കമ്മലിടാം. കമ്മലും മാലയും മാറ്റിയിട്ട് കമ്മലും മാലയും ഇടാം. അത്യാവശ്യം ഒരു വള കാണാനില്ല, അതുകൊണ്ടാണ് ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ ഈ കളറുള്ള മാല ഇട്ടോട് മാച്ച് ആയിട്ടല്ലേ. ഇത് എൻ്റെ അച്ഛമ്മ എനിക്ക് ഈ മാല വാങ്ങിച്ചു തന്നതാട്ടോ. എല്ലാരും ഓരോരുത്തരും വാങ്ങി തരുന്നുണ്ടല്ലേ. എന്ത് സുഖ മീനുട്ടിക്ക്. ദിവ്യമ്മയ്ക്കൊക്കെ ദിവ്യമ്മ വാങ്ങണ്ടേ? പിന്നെ അല്ല, ഇല്ല, മീനുട്ടി ആണെങ്കിൽ എല്ലാം ഓരോരുത്തരും വാങ്ങി തരുന്നില്ലേ. അപ്പൊ പിന്നെ നമ്മ കമ്മൽ മാറ്റണമെന്നില്ല. അപ്പൊ കുറച്ച് ഇത് കണ്ടിട്ട് അപ്പൊ ഇതിട്ടൊന്ന് അങ്ങനെ ആണെങ്കിൽ ഞാൻ കമ്മലിടും കേട്ടോ. കമ്മല് കുളത്ത് മാറ്റണം കേട്ടോ, അതിന്റെ കുളത്ത് കാണാൻ കേട്ടോ. ഏതാ ഇടുക? ഏതാ മീനുട്ടിക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? ബ്ലൂ. ബ്ലൂ കേട്ടോ. ഈ കമ്മൽ ആരാന്നറിയോ തന്നത് ദിവ്യമ്മയ്ക്ക്? ദിവ്യമ്മയുടെ കോളേജിലെ ദിവ്യമ്മയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, മനോ എന്ന് പറഞ്ഞിട്ട്. മനോ ആ ആന്റി തന്നതാണ് ഈ കമ്മല്. ഇപ്പൊ മീനുട്ടി അത് ഇട്ടുന്നത് അല്ലേ? അതന്നെ. അപ്പൊ ഞാൻ ഈ കമ്മൽ ആദ്യം ഊരിട്ടോ. ഇടുമ്പോ കണ്ണ് കാണില്ല കേട്ടോ, ചിലപ്പോ എവിടെയെങ്കിലും കുത്തിന്ന് വിചാരിക്കും. അതാണ് പേടി എനിക്ക്. ഒന്ന് ഇട്ടിട്ടോ, കാണുന്നില്ല എന്നാലും ഞാൻ ഒന്ന് ഇട്ടിട്ടോ. എന്നിട്ട് ഇതിന്റെ ഇങ്ങനെ ഇട്ടോ. എനിക്ക് നല്ല ഇഷ്ടായിട്ടോ ബ്ലൂ. ഞങ്ങൾക്കപ്പോ ബ്ലൂ ഇട്ടാൻ പറ്റില്ല, നമ്മൾ റോസ് അല്ല ഇടുക, അതുകൊണ്ട് ഞാൻ റോസ് ഇട്ട്. ചിലവര് ലിപ്സ്റ്റിക് ഒക്കെ റെഡ് വയലറ്റ് ഒക്കെ ഇടൂലേ, അങ്ങനത്തെ ഒരു എന്താ ആദ്യമായിട്ട് വെക്കണ അങ്ങനത്തെ ലിപ്സ്റ്റിക് ഈ ലോകത്ത് തന്നെ ഇല്ല കേട്ടോ. ഈ ലോകത്ത് തന്നെ ഇല്ലേ വയലറ്റോ? പക്ഷെ എങ്ങനെയോ വേറെ ഏതോ ലോകത്തുണ്ട്, നമ്മുടെ ലോകത്തില്ല കേട്ടോ. ഇല്ല. ഓക്കെ. നമ്മുടെ ലോകത്ത് ആകെ റെഡ്, കാപ്പി കളർ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. കഴിഞ്ഞോ? ഇനി നമ്മുടെ മുടിയും കൂടിയും ചെയ്യണം, ചീർപ്പെടുത്തിട്ടില്ല. ഇന്ന് ചീർപ്പെടുത്തിട്ട് കിട്ടിയോ? ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ നടുവിലൊരു ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. വകുപ്പ് എടുക്കും അല്ലേ? വകുപ്പ് എടുക്കും. പക്ഷേ മീനുട്ടി നനഞ്ഞ മുടി ചെയ്യരുത് കേട്ടോ. ഞാൻ കെട്ടൂല. എന്നിട്ട് നമ്മളെ ഈ ഒരു ഭാഗം എടുത്തിട്ട് ഇവിടെ തീട്ടിക്കെടുക്കുക, എന്നിട്ട് കുത്തുക. അതേപോലെ തന്നെ ഇവിടെ ഒരു ഭാഗം എടുക്കുക. ഇതേപോലത്തെ ഒരു ഭാഗം എടുത്തിട്ട് ഇങ്ങനെ കുത്തുക. അപ്പൊ ഞാൻ മുടി കെട്ടിക്കഴിഞ്ഞ് ഇഷ്ടായെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ലൈക്ക് ചെയ്യണം. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനി അടുത്ത ടിക്ടോക്കിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.